തീരദേശ സംരക്ഷണ സമിതിയുടെയും ധീവരസഭ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെയും പിന്തുണ എൻഡിഎക്ക്. തീരദേശ സംരക്ഷണ സമിതിയുടെയും ധീവരസഭ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരദേശവാസികളായ മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുന്ന സമീപനമാണ് എൻഡിഎഫ്, യുഡിഎഫ് മുന്നണികൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ എൻഡിഎ മുന്നണി എറണാകുളത്ത് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ യോഗം ഐക്യകണ്ഠേന സ്വാഗതം ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് ധീവരസഭ ഭരണഘടനാ സംരക്ഷണ സമിതിക്കും തീരദേശ സംരക്ഷണ സമിതിക്കും നിർണായക സ്വാധീനമുള്ള തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ പിന്തുണ നൽകുവാനും യോജിച്ചു പ്രവർത്തിക്കുവാനും തീരുമാനമുണ്ടായത്. ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥി നിർണയം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, നിലവിൽ UDF ആണെങ്കിൽ 16 സ്ഥാനാർത്ഥികളിൽ, കോൺഗ്രസിൻ്റെ 16 സ്ഥാനാർത്ഥികളിൽ തൃശ്ശൂരിൽ നിന്നുള്ള TN പ്രതാപനെ മാത്രം ഒഴിവാക്കി. അവർക്കിഷ്ടമുള്ളവരെ മാറ്റാം. പക്ഷേ അത് അവസാന സമയത്ത് TN പ്രതാപൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു സമുദായ അംഗമെന്ന നിലയിൽ ധീവര സമുദായത്തിൻ്റെ ഒരു പ്രാതിനിധ്യമായിരുന്നു, അത് ഇല്ലാതെ വന്നു. അതുപോലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നാണ് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇടത് മുന്നണിയിലാണെങ്കിൽ ആരെയും സ്ഥാനാർത്ഥികളാക്കിയിട്ടില്ല. പിന്നെ NDA മുന്നണി, BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയിൽ അവർ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് അദ്ദേഹം 1,87,000 വോട്ട് അദ്ദേഹം പിടിച്ചു. ഇപ്പോൾ അദ്ദേഹത്തെ എറണാകുളം ജില്ലയിൽ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു, ഞങ്ങളുടെ കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടിയിട്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ദേശീയ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ മീറ്റിംഗ് ഒരു തീരുമാനമെടുക്കുകയും ഇന്ന് ഒരു പത്രസമ്മേളനം നടത്തി എല്ലാവരെയും അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സാമുദായിക പ്രാതിനിധ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആൾക്കാരെ ഒഴിവാക്കി, പ്രത്യേകിച്ചും പ്രതാപനെ ഒഴിവാക്കിയത്. എന്നാൽ 2027 വരെ രാജ്യസഭാ അംഗമാണ് ശ്രീ K.C. വേണുഗോപാൽ. അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നു. ഏതെങ്കിലും സമുദായ പ്രാതിനിധ്യമാണെങ്കിൽ ആവശ്യമായിരുന്നുവെങ്കിൽ ആരെങ്കിലുമൊക്കെ മൊത്തത്തിലൊരു ഷബിളിംഗ് നടത്തിയാൽ മനസ്സിലാക്കും.